നമസ്കാരം, ഞാൻ ഹരികൃഷ്ണൻ, അഖില ഭാരതീയ ഗ്രാമ പഞ്ചായത്തിന്റെ നാഷണൽ മീഡിയ സെൽ മെമ്പർ. നിങ്ങൾ ഈ ദീപാവലിക്ക് എല്ലാവർക്കും ദീപാവലി ആശംസകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ വോക്കൽ ഫോർ ലോക്കൽ, പിന്നെ സ്വദേശി, ഈ വിഷയത്തെക്കുറിച്ചും ഒരു ചെറിയ കാര്യങ്ങൾ പറയാൻ, ഈ ദീപാവലിയോട് സംബന്ധിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ദീപാവലി എന്ന് പറയുന്നത് ദീപത്തിന്റെ, വെളിച്ചത്തിന്റെ ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തും ഈ വെളിച്ചം ഉണ്ടാകണം. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള നമ്മുടെ ഗ്രാമമായാലും അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഈ വെളിച്ചം വരണമെങ്കിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കച്ചവടങ്ങൾ ഉണരണം, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള കടകൾക്ക് വരുമാനം കിട്ടണം. എങ്കിൽ മാത്രമേ അവരുടെ വീടുകളിലും ഈ പറയുന്ന ദീപാവലി ആഘോഷിക്കാൻ അല്ലെങ്കിൽ വെളിച്ചം ആഘോഷിക്കാൻ, വെളിച്ചം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിലെ കച്ചവടങ്ങൾ നല്ല രീതിയിൽ, നമ്മുടെ ഗ്രാമത്തിലുള്ള കടകളിൽ നല്ല രീതിയിൽ കച്ചവടങ്ങൾ നടന്നാൽ ആ കടയിൽ വെളിച്ചം വരും. അങ്ങനെ നമ്മുടെ നാട് ഉണരും. നമ്മുടെ ഓരോ ആഘോഷം കൊണ്ടും നമ്മുടെ പൂർവികർ ഉദ്ദേശിച്ചത് തന്നെയാണ്. ആ പ്രദേശത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യം വരണം. ഒരു ഐശ്വര്യം വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മാത്രം വന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ പല സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പൊ ഓൺലൈൻ വാങ്ങരുതെന്നോ വിദേശ സാധനങ്ങൾ വാങ്ങരുതോ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന ചെറിയൊരു വിഷയം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വോക്കൽ ഫോർ ലോക്കൽ, പ്രാദേശിക സംരംഭങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. പ്രാദേശികമായി കിട്ടാത്ത സാധനങ്ങൾ മാത്രം നമ്മൾ സ്വദേശിയിലേക്ക്, അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ, നമ്മുടെ പ്രദേശത്തല്ലാതെ മറ്റു ഭാഗങ്ങളിൽ ഉൽപ്പാദിക്കപ്പെട്ട മേക്ക് ഇൻ ഇന്ത്യ, മേഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇനി ഈ രണ്ടിലും കിട്ടാത്തതായിട്ടുള്ളതെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന വിദേശ ബ്രാൻഡുകളെ നമ്മൾ ആശ്രയിക്കാൻ പാടുള്ളൂ. പ്രാദേശിക സംരംഭങ്ങളെ സഹായിക്കുന്ന വഴി, പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വഴി ആത്മനിർഭർ ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അതുവഴി വികസിത് ഭാരതം 2047 എന്നുള്ള സങ്കല്പം അത് നമ്മൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും. പ്രാദേശികം, സ്വദേശി, പിന്നെ മാത്രം വിദേശി. ഈ ഒരു ചിന്ത നമ്മളിലും നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ഈ പറയുന്ന വികസിത ഭാരതം 2047 വലിയ ശക്തി പകരും. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധിയുടെ ഒരു ദീപാവലി ആശംസ നൽകിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ജയ് ഗ്രാഹക്, ജയ് ഭാരത്.